അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ തന്റെ സ്വഹാബത്തിനോട് പറഞ്ഞുകൊടുത്തു, 4 കാര്യങ്ങൾ ഏത് മനുഷ്യനാണോ ലഭിക്കുന്നത് അവനാണ് ഭൂമിയിലെ ഭാഗ്യവാനെന്ന് നബിയുനാ റസൂലുള്ളാഹി. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, 4 കാര്യങ്ങൾ ആർക്ക് ലഭിക്കുന്നു അവനാണ് ഭാഗ്യവാൻ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബത്ത് ചോദിച്ചു, നബിയെ, ആ 4 കാര്യം എന്തെല്ലാമാ? ഒരു ഭാഗ്യവാന്റെ അടയാളം എന്തെല്ലാമാണ്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 4 കാര്യങ്ങൾ എണ്ണി പറഞ്ഞു കൊടുത്തു. 1, സാലിഹത്തായ ഭാര്യ. സാലിഹായ ഒരു ഭാര്യ, സാലിഹായ ഒരു ഭർത്താവ്, അത് ആർക്ക് ലഭിച്ചിട്ടുണ്ടോ അവനാണ് ഭൂമിയിലെ ഭാഗ്യവാൻ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 2, അള്ളാഹുവിന്റെ പ്രവാചകന് പറഞ്ഞു കൊടുത്തു, കേറിക്കിടക്കാൻ സ്വന്തമായിട്ടൊരു വീട്. നമ്മൾ ഓരോ വശം ഇങ്ങനെ ചിന്തിക്കണം. ഒരു മനുഷ്യന്റെ വിവാഹം കഴിഞ്ഞു, വിവാഹം കഴിഞ്ഞാൽ അവൻ ആദ്യം വിവാഹം കഴിക്കുന്നത് വരെ ദുആ ചെയ്യുന്നത് ഒരു നല്ല പെണ്ണിന് വേണ്ടിയാണ്. വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവന്റെ സ്വപ്നം പടച്ചവനെ കേറിക്കിടക്കാൻ ഒരു വീട്. 3-മതായിട്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കൾ. 4, സഞ്ചരിക്കാൻ ഒരു വാഹനം. ഈ 4 കാര്യം ആർക്ക് ലഭിക്കുന്നുണ്ടോ അവനാണ് ഭാഗ്യവാനെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 1-മത്തെ കാര്യം സാലിഹത്തായ ഒരു ഭാര്യ. അങ്ങനെ ആഗ്രഹിക്കാത്ത ഒരാണും ഒരു പെണ്ണും ഈ സദസ്സിലുണ്ടാകില്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വിവാഹം കഴിക്കാനിരിക്കുന്ന ഓരോ ആളും, സ്കൂളിൽ പഠിക്കുന്ന മക്കൾ പോലും, 8-ലും 9-ലും 10-ലും പഠിക്കുന്ന കുട്ടികൾ പോലും പടച്ചവനെ അവളുടെ ഹൃദയത്തിനകത്തുണ്ട്, എന്റെ ഭർത്താവ് എങ്ങനെയായിരിക്കണം, അവന്റെ സ്വഭാവം എങ്ങനെയായിരിക്കണം, അവന്റെ ജോലി എങ്ങനെയായിരിക്കണം, അവന്റെ കുടുംബം എങ്ങനെയായിരിക്കണം, അവന്റെ താടിയും തലയും തൊപ്പി ഇതൊക്കെ എങ്ങനെയായിരിക്കണമെന്ന് സ്കൂളിൽ പഠിക്കുന്ന മക്കൾ പോലും ഹൃദയത്തിനുള്ളിൽ ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നവരാണ്. എല്ലാ ചെറുപ്പക്കാരും വിവാഹം കഴിക്കാത്ത ആണുങ്ങളും പെണ്ണുങ്ങളും അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന, പടച്ചവനെ എനിക്ക് നീ സാലിഹത്തായ ഒരു ഇണയെ തരണം. വിവാഹം കഴിക്കാനിരിക്കുന്നവൻ ദുആ ചെയ്യുന്നത് ഇങ്ങനെ. എങ്കിലും വിവാഹം കഴിച്ചവനും, വിവാഹം കഴിക്കാത്തവൻ അള്ളാഹുവിനോട് പറയുന്നത്, പടച്ചവനെ എനിക്ക് സാലിഹായ, പടച്ചവനെ എന്നെ ചതിക്കാത്ത, എന്നെ വഞ്ചിക്കാത്ത, മരിക്കുവോളം എന്റെ കൂടെ നിൽക്കുന്ന ഒരു സാലിഹായ ഭാര്യ എനിക്ക് തരണം, ഒരു സാലിഹായ ഭർത്താവിനെ തരണമെന്ന് വിവാഹം കഴിക്കാത്ത ഓരോ മനുഷ്യനും അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോ, വിവാഹം കഴിച്ച മനുഷ്യൻ അള്ളാഹുവിനോട് ചോദിക്കുന്നത്, പടച്ചവനെ എനിക്ക് തന്നതിനെ ഒന്ന് നന്നാക്കി തരണേ അല്ലാഹ്. അതാ മനസ്സിലാക്കണ്ടേ. വിവാഹം കഴിച്ചവൻ 10 കൊല്ലമായി 5 മക്കളുണ്ട്. ഈ മനുഷ്യനും അള്ളാഹിനോട് പറയുന്നത്, പടച്ചവനെ തന്ന ഇവിടെ വന്ന് നന്നാക്കി താ അല്ലാഹ്. പെണ്ണുങ്ങളും ദുആ ചെയ്യുന്നത്, റബ്ബേ എന്റെ ഭർത്താവിനെ വന്ന് നന്നാക്കി താ. അപ്പൊ എല്ലാവരും ആഗ്രഹിക്കുന്നത്, വിവാഹം കഴിച്ചവരും കഴിക്കാനിരിക്കുന്നവരും എല്ലാവരും ഇത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആൻ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പോലും നമുക്ക് ദുആ ചെയ്യാനൊരു ദുആ പറഞ്ഞു തന്നു. പള്ളിയിലെ ഉസ്താദന്മാര് നമസ്കാരം കഴിഞ്ഞ് പള്ളിക്കകത്തിരുന്ന് പറയുന്ന ഒരു ദുആയുണ്ട്, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. അല്ലാഹുവിനോട് ദുആ ചെയ്യുന്ന പടച്ച റബ്ബേ, ഒരിക്കലും ചതിക്കാത്ത, ഒരിക്കലും വഞ്ചിക്കാത്ത, എന്റെ ദുഃഖത്തിലും എന്റെ സന്തോഷത്തിലും എന്റെ കൂടെ മരിക്കുമ്പോഴും എന്റെ കൂടെ നിൽക്കുന്ന ഒരു സാലിഹായ പെണ്ണിനെ എനിക്ക് തരണേ അല്ലാഹ്. പെണ്ണുങ്ങളെ ദുആ ചെയ്യുന്ന പടച്ചവനെ, എന്നെ പൊന്നുപോലെ നോക്കുന്ന, എന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരുന്ന, എന്നെ വല്ലാതെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവിനെ എനിക്ക് തരണേ അല്ലാഹ്. എന്നിട്ട് 2-മത് ദുആ ചെയ്യുകയാണ്, പടച്ചവനെ സാലിഹായ മക്കളെ എനിക്ക് തരണേ അല്ലാഹ്. എന്റെ കണ്ണിന് കുളിർമയാകുന്ന, എന്നെ നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്താത്ത, എന്നെ കണ്ണുനീര് കുടിപ്പിക്കാത്ത, പ്രായമാകുന്ന കാലത്ത് തമ്മിലടിച്ചിട്ട് വൃദ്ധസദനത്തിൽ കൊണ്ട് വലിച്ചെറിയാത്ത, പടച്ചവനെ എന്റെ മയ്യത്ത് കുളിപ്പിക്കാനറിയുന്ന, എന്റെ മയ്യത്ത് നിസ്കരിക്കാനറിയുന്ന, എന്റെ ഖബറിന്റെ ചാരത്ത് വന്നിട്ട് പൊട്ടിക്കരഞ്ഞ് പടച്ചറപ്പിനോട് എനിക്ക് വേണ്ടി ദുആ ചെയ്യുന്ന, നാളെ പടച്ചവന്റെ പരലോകത്ത് കടന്നു വരുമ്പോ എന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന സാലിഹായ മക്കളെ എനിക്ക് തരണേ അല്ലാഹ്. 2-മത് ദുആ ചെയ്യുകയാ. എന്നിട്ട് 3-മത് പറയുന്നതെന്താ? ഓരോ ആണും പെണ്ണും 3-മതായി പറയുന്നതെന്താ? പടച്ചവനെ എനിക്ക് നീ സാലിഹത്തായ ഭാര്യയെ തന്നു, എനിക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളെ തന്നു. പടച്ചവനെ ലിൽ മുത്തഖീന ഇമാമാ,
എന്റെ ഭാര്യയും നന്നായി, എന്റെ മക്കളും നന്നായി, ഇനി എന്നെ കൂടെ നന്നാക്കി തരണേ അല്ലാ എന്ന് ദുആ ചെയ്യണേ എന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറഞ്ഞിരുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, എല്ലാവരും വിവാഹ ജീവിതം ആഗ്രഹിക്കുന്നവരാണ്, ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി കഴിയുന്നവരാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പക്ഷേ ഇന്നെന്തേ നമ്മുടെ ജീവിതം ഇങ്ങനെ ആയിപ്പോയത്? പണ്ടൊക്കെ പ്രസവനെ, പണ്ടൊക്കെ വെള്ളിയാഴ്ച ദിവസം 9 മണിയാകുമ്പോ 10 മണിയാകുമ്പോ പള്ളി കമ്മിറ്റി ഓഫീസിന്റെ മുന്നിൽ ഉസ്താദന്മാരുടെ റൂമിന്റെ മുന്നിൽ തിരക്കായിരുന്നു. ആരുടെ തിരക്കെന്നറിയുമോ? പിരിവുകാരുടെ തിരക്കാട്. അല്ലാഹുവേ, വെള്ളിയാഴ്ച പള്ളിയുടെ പിരിവ് കിട്ടാറ്, മക്കളുടെ വിവാഹത്തിന് വേണ്ടി, രോഗങ്ങൾക്ക് വേണ്ടി, വീട് വെക്കുന്നതിന് വേണ്ടി പല ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് പള്ളിയുടെ മുന്നിൽ വന്ന്, വെള്ളിയാഴ്ച ഉസ്താദിന്റെ റൂമിന്റെ മുന്നിൽ വന്ന് ക്യൂ കടന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. പക്ഷേ ഇന്നത് മാറിയല്ലോ. ഇന്ന് വെള്ളിയാഴ്ച പള്ളിയുടെ മുന്നിൽ, കമ്മിറ്റി ഓഫീസിന്റെ മുന്നിൽ, ഉസ്താദന്മാരുടെ റൂമിന്റെ മുന്നിൽ പിരിവുകാരുടെ തെള്ളല്ല. ഇന്ന് പിരിവുകാരുടെ തെള്ളല്ല, പിന്നെ ആരുടെ തെള്ള? പടച്ചവനെ, എനിക്ക് തലാക്ക് വേണം, എന്റെ ഭാര്യയുമായിട്ട് ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല, എനിക്ക് തലാക്ക് വേണമെന്ന് പറഞ്ഞിട്ട് തലാക്ക് ആവശ്യപ്പെട്ടുകൊണ്ട് പടച്ചവരെ ഇന്ന് പള്ളി കമ്മിറ്റി ഓഫീസിന്റെ മുന്നിൽ കിടന്നു. എന്റെ പ്രിയമുള്ളവരെ, മുസ്ലിമീങ്ങളെ തമ്മിലടിക്കുമ്പോ മുമ്പ് പ്രസവിച്ച ഉമ്മയ്ക്ക് തന്റെ പൊന്നുമോനെ കുറിച്ചൊരു വേദനയില്ല, ജന്മം കൊടുത്ത വാപ്പയ്ക്ക് തന്റെ കുഞ്ഞ് യതീമാകുന്നതിനെ കുറിച്ച് ചർച്ചയില്ല. രണ്ടുപേർക്കും വാശിയാണല്ലോ. അല്ലാഹുവേ പടച്ചവനെ, പെണ്ണിനെക്കാളും വാശി അവളുടെ വാപ്പയ്ക്കാട്, പയ്യനെക്കാളും വാശി അവന്റെ ഉമ്മയ്ക്കാട്. ഭർത്താവിനും ഭാര്യയ്ക്കും ഒരുമിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും, അവർക്കൊരുമിച്ച് ജീവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും കുടുംബക്കാരെ സമ്മതിക്കാത്ത കാലഘട്ടത്തിലൂടെ ഞാനും നിങ്ങളും നടന്നു പോകുമ്പോ എന്തേ നമ്മുടെ ജീവിതം ഇങ്ങനെ ആകാൻ കാരണമെന്താ? ഈ വാലിന്റെ സദസ്സിലിരിക്കുന്ന വിവാഹം കഴിച്ച ഓരോ ആണിനോടും പെണ്ണിനോട് അല്ലാഹുവേ ആത്മാർത്ഥമായി ചോദിക്കുകയാ, നിന്റെ ജീവിതം സന്തോഷത്തിലാണെന്ന് പറയാൻ കഴിയുമോ ചെറുപ്പക്കാരാ? നിങ്ങളെ, നീ ആഗ്രഹിച്ച ഒരു ജീവിതമാണ് നിനക്ക് കിട്ടിയതെന്ന് പറയാൻ കഴിയുമോ? എല്ലാവരും അഭിനയമാണ്. സിനിമാ കഥകളെ പോലും, സിനിമാ താരങ്ങളെ പോലും വെല്ലുന്ന രീതിയിൽ ആണുങ്ങളും പെണ്ണുങ്ങളും ഇന്ന് അഭിനയിച്ചു കൊണ്ടിരിക്കുകയാ. നാട്ടുകാരുടെ മുന്നിൽ, വീട്ടുകാരുടെ മുന്നിൽ, മക്കളുടെ മുന്നിൽ ഞങ്ങൾ വലിയ സ്നേഹത്തിലാണെന്ന് ബോധിപ്പിക്കാറ് ആണും പെണ്ണും ഇന്ന് പരസ്പരം മത്സരിച്ചു കൊണ്ടിരിക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, എന്തിനാണ് ജീവിതം ഇങ്ങനെ തുലച്ചു കളയുന്നത്? മെഴുകുതിരി എരിഞ്ഞു തീരുന്നത് പോലെ നിന്റെ ജീവിതം എന്തിനാണ് ഇങ്ങനെ നരകിച്ചു തീർക്കുന്നത്? വീടല്ലാഹുവേ പടച്ചവര്, അല്ലാഹുവേ, നമ്മുടെ വീടുകളിൽ നിന്ന് നരകത്തീ കുണ്ടാരമായി മാറുമ്പോ അതിന്റെ കാരണമെന്ത്? കുടുംബജീവിതത്തിന്റെ വില നമുക്കറിയാനട്ടാ, അതിന്റെ പവിത്രത നമുക്കറിയാനട്ടാ, അതിന്റെ മഹത്വം നമുക്കറിയാനട്ടാ.